നമസ്കാരം പ്രിയപ്പെട്ടവരെ. നാം ഒരു കാര്യം നേടുന്നതിനായി യാത്ര പുറപ്പെടാറുണ്ടല്ലോ. നാം പോകുന്ന കാര്യം ശരിയായി വരുമോ അതോ നടക്കുകയില്ലേ എന്നറിയുന്നതിനായി നമ്മുടെ പൂർവികർ പലതരത്തിലുള്ള ഗമന നിർദ്ദേശികകളെ ആശ്രയിച്ചിരുന്നു. ഭാരതത്തിൽ മാത്രമല്ല, ചൈന, ടിബറ്റ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മുതലായിടങ്ങളിലും ഇത്തരം മാർഗങ്ങൾ പ്രചാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഭാരതത്തിൽ ഇത്തരം മാർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത് ഹനുമാൻ ജ്യോതിഷത്തിലെ ചക്രമാർഗങ്ങളാണ്. ഹനുമാൻ ജ്യോതിഷം ശ്രീരാമ ഹനുമത് സംഭാഷണ രീതിയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട ഗമന പരീക്ഷാ ചക്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ 10 ദളങ്ങളുള്ള ചിത്രത്തിലേക്ക് നോക്കുക. ഇതിൽ ഓരോ നമ്പറുകളായിട്ട് കൊടുത്തിട്ടുണ്ട്, 1 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരു അക്കം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒരു നമ്പർ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. ഒരെണ്ണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റി ചിന്തിക്കാൻ പാടില്ല. ഇതൊരു ദൈവികമായ ചക്രമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസപൂർണമായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തിയും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞെങ്കിൽ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ മന്ത്രം എന്നോടൊപ്പം 3 തവണ ഏറ്റു ചൊല്ലുക. അപ്പോൾ ഞാൻ മന്ത്രം പറയുകയാണ്. ഓം ഹ്രീം മഹാഹനുമതേ ഗമന പരീക്ഷാ നിർണയം സാധ്യയ. ഓം ഹ്രീം മഹാഹനുമതേ ഗമന പരീക്ഷാ നിർണയം സാധ്യയ. ഓം ഹ്രീം മഹാഹനുമതേ ഗമന പരീക്ഷാ നിർണയം സാധ്യയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി ഫലപ്രവചനത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ മനസ്സിലൊരു നമ്പർ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫലപ്രവചനം നടത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഫലമായിരിക്കും വരിക. വീണ്ടും ഒരിക്കൽ കൂടി ഈ ചക്രമാർഗം പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിക്കരുത്. ഇത് ഒരു ദിവസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാനേ പാടുള്ളൂ. വീണ്ടും പരീക്ഷിച്ചറിയുകയാണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് നടക്കേണ്ട കാര്യം കൂടി ചിലപ്പോൾ മോശമായി തീരുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നാളെ വീണ്ടും ഇത് പരീക്ഷിച്ചറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫലപ്രവചനത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിച്ച അക്കം 1 ആണെങ്കിൽ 1ന്റെ അധിപൻ ബാലിയാണ്. നിങ്ങൾക്ക് തെക്ക് ദിക്കിലേക്കാണ് പോകേണ്ടത് എങ്കിൽ ഇന്നത്തെ ദിവസം അതിന് അത്ര കണ്ട് അനുകൂലമല്ല. നിങ്ങളുടെ ഗമനോദ്ദേശ്യം നടക്കാൻ സാധ്യതയില്ല. എന്നാൽ മറ്റ് ദിക്കുകളിലേക്കുള്ള യാത്രയ്ക്ക് ഇന്നത്തെ ദിവസം യാതൊരു തടസ്സവുമില്ല എന്നാണ് ബാലിയെ കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ വിചാരിച്ചത് 2 ആണെങ്കിൽ 2ന്റെ അധിപൻ നളനാണ്. ഇനി നിങ്ങൾക്ക് അടുത്തെവിടെയെങ്കിലുമാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ പോകുന്ന കാര്യം നടക്കുകയും യാത്ര ശുഭകരമായിരിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ദീർഘദൂര യാത്രകൾക്ക് ഇന്നത്തെ ദിവസം അത്ര കണ്ട് അനുകൂലമല്ല എന്നാണ് നളനെ കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ വിചാരിച്ച അക്കം 3 ആണ് എങ്കിൽ 3ന്റെ അധിപൻ നീലനാകുന്നു. വടക്ക് ദിക്കിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കാര്യസാധ്യത്തിന് അല്പം തടസ്സം നേരിടുന്നതായിരിക്കും. എന്നാൽ മറ്റ് ദിക്കുകളിലേക്കുള്ള യാത്രകൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ഇനി നിങ്ങൾ വിചാരിച്ച അക്കം 4 ആണെങ്കിൽ അതിൻ്റെ അധിപൻ സുഗ്രീവനാണ്. നിങ്ങൾ വടക്ക് ദിക്കിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ യാത്ര കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നും യാത്ര മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 5ാമത്തെ ദളത്തിൻ്റെ അധിപൻ ശ്രീരാമചന്ദ്രനാണ്. നിങ്ങൾ തെക്ക് ദിക്കിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോകുന്ന കാര്യം സഫലമാകുന്നതായിരിക്കും. ഉടൻ തന്നെ യാത്ര പുറപ്പെട്ടോളൂ. 6ാമത്തെ ദളത്തിൻ്റെ അധിപൻ വിഭീഷണനാണ്. നിങ്ങൾ മറ്റെല്ലാ ദിക്കുകളെയും മാറ്റിവെച്ചിട്ട് തെക്ക് ദിക്കിലേക്കുള്ള യാത്ര പോകുന്നതായിരിക്കും ഇന്നത്തെ ദിവസത്തേക്ക് അനുകൂലമായിട്ടുള്ളത്. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ട് നടക്കാതെ പോയ കാര്യം ഇന്ന് സാധിക്കുന്നതായിരിക്കും. 7ാമത്തെ ദളത്തിൻ്റെ അധിപൻ ലക്ഷ്മണനാണ്. തെക്ക്, വടക്ക് എന്നീ ദിക്കുകളിലേക്കാണ് നിങ്ങൾ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്നത്തെ യാത്ര അത്ര കണ്ട് ശുഭകരമല്ല.
ആ യാത്ര പുറപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റു ദിക്കുകളിലേക്ക് പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. 8ാമത്തെ ദളത്തിന്റെ അധിപൻ ജാമ്പവാനാണ്. തെക്ക്, കിഴക്ക് എന്നീ ദിക്കുകളിലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ പോകാവുന്നതാണ്. യാത്ര ഗുണകരമായിരിക്കും. 9ാമത്തെ ദളത്തിന്റെ അധിപൻ അംഗദനാണ്. 9ാമത്തെ ദളത്തിന്റെ അധിപൻ അംഗദനാണ്. നിങ്ങൾ വളരെ അടുത്തുള്ള സ്ഥലത്തേക്ക് യാത്ര പോവുക. ഇന്നത്തെ ദിവസം അതായിരിക്കും നല്ലത്. 10ാമത്തെ ദളത്തിന്റെ അധിപൻ ഹനുമാനാണ്. കിഴക്ക് ദിക്കിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ യാത്ര ഗുണകരമായിരിക്കും. നിങ്ങളുടെ യാത്രാ ഉദ്ദേശ്യം സഫലമാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ഗമന പരീക്ഷാ ചക്രം ഇപ്രകാരമാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ പൗരാണികമായിട്ടുള്ളൊരു ഗമന പരീക്ഷാ ചക്രമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തിയത്. ഇതിനു മുന്നേ നിങ്ങൾ പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനുഭവം കൂടി നിങ്ങളിവിടെ പങ്കുവയ്ക്കുമല്ലോ. ഹൈന്ദവ ആചാരങ്ങളിലെ ഇത്തരം പദ്ധതികൾ നിങ്ങൾക്ക് ഇനിയും പരിചയപ്പെടുത്തി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതൊരു പുതിയ ചാനലാണ്. ഇനിയും ഇത്തരം അറിവുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ശുഭയാത്ര. എല്ലാ യാത്രാമംഗളങ്ങളും ഉണ്ടാകട്ടെ.